വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗം. യേശു തമ്പുരാൻ പർവ്വതത്തിന് സമീപമുള്ള ബെത്ഫഗയും ബെഥാനിയയും യെരൂശലേമിനെ സമീപിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാർ 2 പേരെ അയക്കുകയും അവരുടെ പ്രകാരം പറയുകയും ചെയ്തു: നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളതിൽ പ്രവേശിക്കുന്നയുടൻ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന് പുറത്ത് കയറിയിട്ടില്ല. നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുവരുകയും നിങ്ങൾ എന്തിനത് ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുകയും ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കവേ അവിടെ നിന്നവരിൽ ചിലർ നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അവർ യേശു കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു. ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അദ്ദേഹത്തിന് മുമ്പേയും പിറകെയുമുള്ളവർ ഇപ്രകാരം വാർത്ത വിളിച്ച് പറഞ്ഞു: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. യേശു യെരൂശലേമിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് സർവ്വവും കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അദ്ദേഹം 12 പേരോടുകൂടി ബഥാനിയയിലേക്ക് പോയി. പിറ്റേ ദിവസം ബഥാനിയിൽ നിന്ന് പോരുമ്പോൾ അദ്ദേഹത്തിന് വിശന്നു. ഇലകളുള്ളതായ ഒരു തീർത്ഥവൃക്ഷം ദൂരെ കണ്ടിട്ട് അതിൽ വല്ലതും കണ്ടേക്കാം എന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. എന്നാൽ തീർത്ഥപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അദ്ദേഹം അതിനോട്: ഇനി എന്നേക്കും ഒരുവരും നിന്നിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്നു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്ന പീഠങ്ങളെയും മറിച്ചിട്ടു. ദേവാലയത്തിനകത്തുകൂടി ഒരുവരും സാമാനുകൾ കടത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ ഭവനം സകല ജനങ്ങൾക്കും പ്രാർത്ഥനാ ഭവനമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ? എന്നാൽ നിങ്ങളാകട്ടെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രധാനാചാര്യന്മാരും ശാസ്ത്രാധ്യാപകരും അത് കേട്ടിട്ട് അദ്ദേഹത്തെ എങ്ങനെ ഹരിക്കേണ്ടു എന്നാരാഞ്ഞു.
വിസ്മയിച്ചിരുന്നത് കൊണ്ട് അവർ അദ്ദേഹത്തെ ഭയപ്പെട്ടാണ് ഇരുന്നത്. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകും.